ദില്ലിയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികൾ രാജ്യവ്യാപകമായി നടത്തുന്ന റെയ്ഡ് ഇന്നും തുടരുകയാണ്. NIA ഇന്ന് 6 സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടത്തുന്നത്. അത് UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, കാശ്മീർ അടക്കം ഉള്ള 6 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 6 പേർ ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അൽ ഫലാഹ് എന്ന് പറയുന്ന ഈ തീവ്രവാദികളെ വിദ്യാഭ്യാസം ചെയ്തെടുത്ത യൂണിവേഴ്സിറ്റിയിലെ 2 വിദ്യാർത്ഥികൾ, MBBS വിദ്യാർത്ഥികളെ UPയിൽ നിന്നാണ് അവിടുത്തെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഹരിയാന ക്രൈംബ്രാഞ്ച് വിങ്ങും കൂടി ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. NIAയുടെ റെയ്ഡ് ഇന്ന് പുലർച്ചെ മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിനിടയിൽ ഈ കോളേജിലെ ഈ പറയുന്ന അൽ ഫലാഹ് കോളേജിലെ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷകർത്താക്കൾ എത്തുകയും ഈ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്നും മറ്റും വിളിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. 8 അധ്യാപകർ ഈ കോളേജിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. കോളേജിലെ പ്രൊഫസർമാരും മറ്റുമൊക്കെ ആയിരുന്നു. അവർ രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ പേർ പിടിയിലാകും എന്ന് തന്നെയാണ് സൂചന. ഈ ഒരു സ്ഫോടനം ഒറ്റപ്പെട്ട സംഭവമല്ല, രാജ്യവ്യാപകമായി വിവിധ വ്യക്തികളും സംഘടനകളുമായി ഒക്കെ ബന്ധമുള്ള ഒന്നാണ് ഇപ്പോൾ നടന്ന സ്ഫോടനം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1735 പേരെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അത് ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഹൈദരാബാദ്, UP, മധ്യപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ ഉണ്ട്. അതിൽ ചിലരെയൊക്കെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലരൊക്കെ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെ തുടരുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളും നേരത്തെ പിടിയിലായവരാണോ അതോ പുതിയതായിട്ട് ഇവർ കസ്റ്റഡിയിലായതാണോ എന്നുള്ള വിവരമില്ല. പക്ഷേ 2 വിദ്യാർത്ഥികൾ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഏതായാലും രാജ്യവ്യാപകമായ ഒരു റെയ്ഡ് ഇപ്പോൾ നടത്തിയിരിക്കുന്നു. കാരണം ഇതിന്റെ വേരുകൾ ഇല്ലെങ്കിൽ ഇതിന്റെ ഓരോ ചെറിയ ഭാഗങ്ങൾ പോലും കണ്ടെത്തുക എന്നൊരു വലിയ ദൗത്യമാണ് ഇപ്പോൾ വിവിധ ഏജൻസികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുശേഷം എന്താണ് വേണ്ടതെന്ന് പിന്നീട് തീരുമാനിക്കും. കാരണം ഈ രാജ്യത്തിനകത്തുള്ള 0.5 തീവ്രവാദികളും അവർക്ക് കൂട്ടുനിൽക്കുന്നവരും ചേർന്നിട്ടുള്ള ഒരു വിഭാഗം, ആ വിഭാഗത്തിനെ പൂർണ്ണമായി തന്നെ വേരടക്കം ഉന്മൂലനം ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള തിരിച്ചടികളെ കുറിച്ചുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടാകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളം.